നമസ്കാരം, നിങ്ങളേവർക്കും പ്രിയ SK മീഡിയയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഷഷ്ഠി വ്രതത്തെക്കുറിച്ചാണ് പറയുന്നത്. 2024 ആദ്യത്തെ ഷഷ്ഠി വ്രതമാണ്. ഷഷ്ഠി വരുന്നത് 2/1/2024 ചൊവ്വാഴ്ചയും ഷഷ്ഠി തിഥിയും കൂടെ ചേർന്ന് വരുന്ന ദിവസമാണ്. ഇത് അതിവിശിഷ്ടമായിട്ടുള്ള ദിവസമാണ്. അതായത് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പൂജകളൊക്കെ നടക്കുന്നത് ചൊവ്വാഴ്ചകളാണ് ഏറ്റവും കൂടുതൽ ഭക്തർ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ പ്രാർത്ഥിച്ച് ആഗ്രഹ സാഫല്യം നേടുന്നത്. ഈ 2024 ആദ്യത്തെ ഷഷ്ഠി വരുന്നതും ചൊവ്വാഴ്ചയാണ്. വിശിഷ്ടമായിട്ടുള്ള ഒരു ദിവസമാണ് ഈ ആദ്യത്തെ ഷഷ്ഠി. സുബ്രഹ്മണ്യ പ്രീതിക്ക് വേണ്ടി എടുക്കുന്ന പ്രധാനമായിട്ടുള്ള വ്രതമാണ് ഷഷ്ഠിവ്രതം. ഷഷ്ഠിവ്രതത്തിൻ്റെ ഐതിഹ്യം ഇതാണ്. സുബ്രഹ്മണ്യൻ ബ്രഹ്മദേവനെ കാരാഗ്രഹത്തിൽ അടച്ചതിൻ്റെ ദോഷപരിഹാരാർത്ഥം ശിവഭഗവാന്റെ നിർദ്ദേശാനുസരണം സുബ്രഹ്മണ്യൻ സർപ്പരൂപം പൂണ്ട് തപസ്സിനായി പുറപ്പെട്ടു. പുത്ര വേർപാട് സഹിക്കാൻ പറ്റാതെ പാർവതി ദേവി കഠിന ദുഃഖത്തിലായി. മകനെ തിരിച്ചു കിട്ടുന്നതിനായി ശിവ നിർദ്ദേശമനുസരിച്ച് പാർവതി ദേവി അനുഷ്ഠിച്ച വ്രതമാണ് ഷഷ്ഠിവ്രതം. ഷഷ്ഠിവ്രതം അനുഷ്ഠിക്കുന്നത് ഏറ്റവും കൂടുതൽ സന്താനങ്ങളുടെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടിയാണ്. സന്താനങ്ങൾക്ക് സൽബുദ്ധി ലഭിക്കുവാനും അവരുടെ എല്ലാവിധത്തിലുള്ള പുരോഗതിക്കും വേണ്ടിയാണ് ഷഷ്ഠിവ്രതം അനുഷ്ഠിക്കുന്നത്. അതുമാത്രമല്ല, ശത്രുക്കളിൽ നിന്ന് വരുന്ന ദോഷങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ ഷഷ്ഠിവ്രതം ഇരുന്ന് സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ഒരു മാസത്തിൽ തന്നെ 2 ഷഷ്ഠി വരികയാണ്. അതായത് അമാവാസിക്ക് മുമ്പുള്ള ഷഷ്ഠിയും അതുപോലെ പൗർണമിക്ക് മുമ്പുള്ള ഷഷ്ഠിയും. പൗർണമിക്ക് മുമ്പുള്ള ഷഷ്ഠിയെ വെളുത്ത ഷഷ്ഠി എന്നും അമാവാസിക്ക് മുമ്പുള്ള ക്ഷഷ്ഠിയെ കറുത്ത ഷഷ്ഠിയും എന്ന് പറയുന്നു. ഇതിന് പ്രധാനമായിട്ട് ക്ഷേത്ര ദർശനം നടത്തുക, അതുപോലെ ഒരിക്കൽ ഊണ് വളരെ പ്രധാനമാണ്. അത് ചില ക്ഷേത്രങ്ങളിൽ തന്നെ അതിന് പ്രത്യേകമായിട്ടുള്ള ആഹാരം ഈ വ്രതം നോക്കുന്നവർക്ക് പ്രധാനമായിട്ടും ഒരിക്കൽ ഊണ് കഴിക്കുവാനുള്ള ആഹാരം ചില ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭ്യമാണ്. അതുമാത്രമല്ല, ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിക്കുക. ഷഷ്ഠി വ്രതത്തിൻ്റെ ഏറ്റവും പ്രധാനമായത് ഒരിക്കൽ ഊണാണ്. ഒരിക്കൽ ഊണ് എടുക്കുന്നത് വളരെ നല്ലതാണ്. ക്ഷേത്ര ദർശനം നടത്തുക, സുബ്രഹ്മണ്യ പൂജ ചെയ്യുക, അതുപോലെ സുബ്രഹ്മണ്യ ഭഗവാന്റെ കീർത്തനങ്ങളൊക്കെ ആലപിക്കുന്നത് നല്ലതാണ്. അതുപോലെ അഭിഷേകങ്ങൾ ക്ഷേത്രത്തിൽ നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള അഭിഷേകങ്ങൾ ചെയ്യാൻ സാധിക്കുമോ ആ അഭിഷേകങ്ങളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ചില മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. സുബ്രഹ്മണ്യ സ്വാമിയുടെ മന്ത്രങ്ങൾ പ്രധാനമായിട്ട് കന്ദഷഷ്ഠിയാണ്. കന്ദഷഷ്ഠി വായിക്കുന്ന വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു മന്ത്രമാണ്. കന്ദഷഷ്ഠി വായിക്കാൻ അറിയാത്തവർ കന്ദഷഷ്ഠി കേൾക്കുന്നതും വളരെ നല്ലതാണ്. കന്ദഷഷ്ഠിയുടെ ഓഡിയോ എല്ലായിടത്തും ലഭ്യമാണ്. ശരവണഭവ, ഓം ശരവണഭവ എന്ന മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ്. ഈ മന്ത്രം ജപിക്കുന്നത് 108 പ്രാവശ്യം വേണം ജപിക്കാൻ. 108 പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ്. സുബ്രഹ്മണ്യ പ്രീതി തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൂടാതെ വേറൊരു മന്ത്രമുണ്ട്. ഈ പറയുന്ന മന്ത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. ഷടാനനം ചന്ദന ലോപിതാംഗം മഹാത്ഭുതം ദിവ്യ മയൂരവാഹനം രുദ്രസ്യ സൂനു സുരലോകനാഥം ബ്രഹ്മണ്യദേവം ശരണം പ്രപത്യേ. 6 മുഖമുള്ള ചന്ദനം പൂശിയ ശരീരമുള്ള അത്ഭുത പുരുഷനായ മയൂരവാഹനായ ശിവപുത്രനായ ദേവലോകത്തിൻ്റെ നാഥനായ സുബ്രഹ്മണ്യ ദേവനെ ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുന്നു എന്നാണ് ഇതിൽ അർത്ഥമാക്കുന്നത്. ഈ മന്ത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഈ ഷഷ്ഠി ദിവസം ഈ മന്ത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് എല്ലാവിധത്തിലും നമുക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും നമുക്ക് കൈവരുവാൻ ഈ മന്ത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ എല്ലാവിധ ആഗ്രഹങ്ങളും തീർച്ചയായിട്ടും ഈ മന്ത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുബ്രഹ്മണ്യ ഭഗവാൻ നടത്തി തരുന്നതാണ്. അങ്ങനെയുള്ള അത്ഭുത മന്ത്രമാണ്. പ്രധാനമായി സുബ്രഹ്മണ്യ ഭഗവാന്റെ ദിവ്യ ക്ഷേത്രങ്ങളായിട്ടുള്ള
തിരുച്ചെന്തൂർ, പഴനി ഈ ക്ഷേത്രങ്ങളിൽ ചെന്ന് ഷഷ്ഠി വ്രതമിരുന്ന പൂജകളിൽ പങ്കെടുക്കുവാൻ, അവിടുത്തെ അഭിഷേകങ്ങളൊക്കെ കണ്ട് പ്രാർത്ഥിക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വളരെ പുണ്യമാണ്. അതുപോലെ തന്നെ കന്യാകുമാരി ജില്ലയിലുള്ള ഒരു പുണ്യക്ഷേത്രമാണ് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലുള്ള കുമാരകോവിൽ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. ഈ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ പുണ്യമാണ്. അത്രയ്ക്കും പുണ്യപുരാതനമായിട്ടുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. ക്ഷേത്രത്തിലേക്ക് കേരളത്തിൽ നിന്ന് ധാരാളം ഭക്തർ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിലാണ് പ്രധാനമായിട്ടുള്ള ഇവിടെ വിശേഷ നാൾ. അതുപോലെ ഭഗവാന്റെ തൃക്കല്യാണം നടക്കുന്ന ദിവസം, അതുപോലെ ഷഷ്ഠി വരുന്ന ദിവസങ്ങളിലൊക്കെ വളരെ വിശിഷ്ടമായിട്ടുള്ള പൂജകൾ, പ്രാർത്ഥനകളൊക്കെ ഇവിടെ നടക്കുകയാണ്. ഷഷ്ഠി വ്രതം 2024 വരുന്ന ഷഷ്ഠി വ്രതം എല്ലാവരും ആചരിക്കുക. ഒരു വർഷത്തെ ആദ്യത്തെ ഷഷ്ഠിയാണ് ഇത്. തുടർന്നുള്ള എല്ലാ മാസങ്ങളിൽ വരുന്ന ഷഷ്ഠിയും നിങ്ങൾ ആചരിക്കുന്നത്, ഷഷ്ഠി വ്രതം ഇരിക്കുന്നത് വളരെ നല്ലതാണ്. ഷഷ്ഠി വ്രതം ഇരുന്ന് മുരുക ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സകലവിധ സൗഭാഗ്യങ്ങളും കൈവരുന്നതാണ്. സന്താനങ്ങളുടെ അഭിവൃദ്ധി, അതുപോലെ ആരോഗ്യം, ശത്രുനാശം എന്നിങ്ങനെയുള്ള സൽഫലങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുക. പുതുവർഷ പിറവി ദിനത്തിൻ്റെ അടുത്ത ദിവസം, അതായത് 2/1/2024 ആദ്യത്തെ ഷഷ്ഠി വരുന്നത്. ആ ഷഷ്ഠി വ്രതം ഇരിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. തുടർന്നുള്ള എല്ലാ ഷഷ്ഠി വ്രതങ്ങളും നോക്കുന്നത് പുണ്യമാണ്. ഷഷ്ഠി വ്രതം എടുക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും സുബ്രഹ്മണ്യ ഭഗവാൻ അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാവിധ ആഗ്രഹങ്ങളിലും സുബ്രഹ്മണ്യ ഭഗവാൻ നടത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളേവർക്കും നന്ദി, നമസ്കാരം.